ഓർത്തഡോക്സ് യുവജന സംഗമം വടക്കൻ മേഖല സമ്മേളനം എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ നടക്കുകയാണ്. സമ്മേളന വിധിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തായി തിരഞ്ഞെടുക്കണം. അത് ഞങ്ങളും കൂടെ എല്ലാവരും കൂടെയാകണം, മലങ്കര സമൂഹത്തിനും കൂടെയാണ്. ആട്ടെ, റഫറൻഡം നടത്തിക്കോ. ഒരുമിച്ച് റഫറൻഡം നടത്താൻ തീരുമാനിച്ച 50,000 രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ട് അതിൽ നിന്ന് പിന്മാറിയത് ആരാണ്? പിന്നെ എന്തിനാണ് ഈ റഫറൻഡം നടത്തണമെന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ റഫറൻഡം നടത്താമെന്നാരും വിചാരിക്കേണ്ട. ഇത് മലങ്കര സഭയുടെ പള്ളിയാണ്. അത് പുത്തൻകുരിശായിരുന്നാലും പഴയ കുരിശായിരുന്നാലും അത് കോതമംഗലമായിരുന്നാലും മണർകാടായിരുന്നാലും എന്തായിരുന്നാലും മലങ്കര സഭയുടെ പള്ളികളാണ്. അവിടെയുള്ള ആളുകളെ അനുസരിച്ചല്ല ആ സഭ നിൽക്കുന്നത്, ആ ഇടവക നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലൊരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 10-ൽ താഴെ അംഗങ്ങളിലെ ഓർത്തഡോക്സുകാർക്ക് 3000-ലധികം ഇടവകക്കാരുള്ള പള്ളി പിടിച്ചു തരണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, മലങ്കര സഭയുടേതാണ് പള്ളി. ആ മലങ്കര സഭയിൽ 3000 അല്ല, അതിനേക്കാൾ വലിയ ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് 25 ലക്ഷം ജനങ്ങളുടെ പള്ളിയാണത്. അത് വേറെ 1-2 പേരല്ല. ആരാധനയ്ക്ക് അവിടെ വരുന്നവരുടെ സംഖ്യ അത് ഏതെല്ലാം തരത്തിലാണത് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ മലങ്കര സഭ അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് നിരാശരാകുകയോ പിന്മാറുകയോ ചെയ്തില്ല. മലങ്കര സഭയ്ക്ക് കോടതി വിധി മുഖാന്തരം 1662 പള്ളികൾ മലങ്കര സഭ ഭരിക്കുന്നതാണ്. അതിൽ 34-ലെ ഭരണഘടന യാഥാർത്ഥ്യമാകണമെന്നുള്ളത് കോടതി വിധിയാണ്. ആ കോടതി വിധി നടപ്പാക്കുവാൻ മലങ്കര സഭയിലെ എല്ലാ മക്കളും പ്രതിജ്ഞാബദ്ധരാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ അതിന് വിപരീതമായി നിന്നാൽ അതിന് തല്ലും അടിയും വഴക്കും ഉണ്ടാക്കാൻ ഞങ്ങളാരുമില്ല. ഞങ്ങൾ അതിനു വേണ്ടി പോകുന്നുമില്ല. നിയമപരമായുള്ള കാര്യങ്ങൾ മാത്രം നിയമപരമായി നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരായി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? ഏറ്റവും വലിയ അഭിഭാഷകന് കപിൽ സിബൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഭിഭാഷകനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിന്? കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊരു തീരുമാനം ചെയ്യുന്നതിനാണ്. ഞങ്ങൾക്കാർക്കും അതിൽ അല്പം പോലും പേടിയില്ല. കോടതി വിധി എന്നും അംഗീകരിച്ചിട്ടുള്ളതായ സഭയാണിത്. ആ കോടതി അങ്ങനെ പറഞ്ഞാൽ കോടതി വിധി ശാശ്വതമായിട്ട് മലങ്കര സഭ എന്നും അംഗീകരിക്കും. എന്നാൽ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് മലങ്കര സഭയ്ക്ക് സംശയമൊന്നുമില്ല. മലങ്കര സഭയ്ക്ക് അതിൽ ഉറപ്പുണ്ട്. അതിൽ മലങ്കര സഭ എന്നും സഭയുടെ ആർജവത്വത്തിൽ സഭയുടെ സത്യവും സഭയുടെ നീതിയും അതിനു വേണ്ടിയുള്ള പോരാട്ടവും എന്നും തുടരും. ഈ സഭയിൽ ആരെല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത് മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവുമാണ്. വിട്ടുവീഴ്ചകളെന്ന് പറയുന്നത് എന്തും ചെയ്യുവാൻ മലങ്കര സഭ തയ്യാറാണ്, ഏത് സമവായത്തിനും തയ്യാറാണ്. എന്നാൽ സഭയുടെ പള്ളികൾ 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളതിന് യാതൊരു കോംപ്രമൈസും ഉണ്ടാകുവാനായിട്ട് മലങ്കര സഭ തയ്യാറാവുകയില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സഭ തയ്യാറാണ്. അതിനുള്ളതായിരിക്കുന്ന ആർജവത്വം ഈ മലങ്കര സഭയ്ക്കുണ്ട്, പിതാക്കന്മാർക്കുണ്ട്. എൻ്റെ അഭിമാനഭാജനങ്ങളായ യുവജനങ്ങൾക്കുണ്ട്, ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾക്ക് നന്ദി. മലങ്കര യുവതയുടെ ആദരവ് മത്തായി ഇടയന കോറപ്പസ്കോപ്പായി മലങ്കര സഭയുടെ വടക്കൻ ഭദ്രാസനങ്ങളിൽ ആഞ്ഞടിച്ച് വിഘടന കുടുംബത്തിന്റെ മധ്യത്തിൽ വിശ്വാസ സമൂഹത്തെ പരിശുദ്ധ കാതോലിക്ക